രുക്മിണി പറയുന്നു അവരാഗ്രഹിക്കാറുണ്ട് എന്നല്ലാതെ പലപ്പോഴും പലർക്കും അത് സാധിക്കാറില്ല. യസ്യാഘ്രിപങ്കജരജസ്തമനം മഹാന്തഃ വാഞ്ചന്തി ഉമാപതിരിവ ആത്മതമോപഹത്തി. നേരത്തെ പറഞ്ഞില്ലേ, മാധവനെ പോലെ തന്നെ മറ്റൊരു പദമാണ് ഉമാധവ. ഉമാധവ പറഞ്ഞാൽ സാക്ഷാൽ ശ്രീപരമേശ്വരൻ അർത്ഥം, ഉമയുടെ ഭർത്താവ്. ഇവിടെ രുക്മിണി പറയുന്നു ഉമാപതിരിവ ആത്മതമോപഹത്തി. സംഹാരരുദ്ധനായിരിക്കുന്ന ശ്രീപരമേശ്വരന്റെ കഥ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാക്ഷാൽ ശ്രീപരമേശ്വരൻ കൈലാസത്തിലിരുന്ന് പാർവതിയോടുകൂടി ഗണപതിയോടുകൂടി സുബ്രഹ്മണ്യനോടുകൂടി ഇരുന്ന് ദിവസേന എന്താ പ്രാർത്ഥിക്കുന്നത്? എനിക്കെന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിൽ ഭക്തിയുണ്ടാവണേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടാൽ ഒരുപക്ഷെ നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ? പക്ഷെ വാസ്തവത്തിൽ കൈലാസത്തിൽ ദിവസേന നടക്കുന്നതെന്താ? അവിടെ വൈകുന്നേരമായ ശ്രീപാർവതി അവിടെ ഇരിക്കും, ശ്രീപരമേശ്വരൻ അവിടെ ഇരിക്കും, ഗണപതി ഉണ്ടാവും, സുബ്രഹ്മണ്യൻ ഉണ്ടാവും, ഭൂതഗണങ്ങൾ ഉണ്ടാവും. പിന്നെ എല്ലാവരും കൂടി ചേർന്നിരുന്ന് അവരവിടെ ഇരുന്ന് ഭജിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. അതാണ് ഭാഗവതത്തിന്റെ അവസാന സമയത്ത് പറയുന്നത്, വൈഷ്ണവാന യഥാ ശംഭു. വൈഷ്ണവന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള്, ശ്രീകൃഷ്ണ ഭക്തന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഈ ശിവനാണ്. ഈ രുക്മിണിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയതെന്ന്, രുക്മിണിയുടെ കൊട്ടാരത്തിന്റെ സമീപത്ത് നല്ലൊരു ശിവക്ഷേത്രമുണ്ട്. അവിടെ ശിവനുണ്ട്, പാർവതിയുണ്ട്, ഗണപതിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്. ഈ രാജകുമാരി സ്വതവേ അമ്പലത്തിലേക്ക് ഒറ്റയ്ക്ക് പോവില്ല. രാജകുമാരി അമ്മ പറയും സുരക്ഷയൊക്കെ വേണം. ഒരുപാട് സുരക്ഷാഭടന്മാര്, അമ്മമാര്, അമ്മയുടെ സഹോദരിമാര്, സ്ത്രീജനങ്ങള് എല്ലാവരും കൂടി ചേർന്നാണ്ട് എവിടേക്ക് പോവാ? അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ പോയി തൊഴുന്ന സമയത്ത് എല്ലാ ദിവസവും രുക്മിണി എന്ത് പ്രാർത്ഥിക്കും? നമസ്യേ ത്വാംബികേ ഭീക്ഷണം സ്വസന്താനയുതാം ശിവ ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്ത അനുമോദത. എല്ലാ ദിവസവും രുക്മിണി ശിവനോടും പാർവതിയോടും പ്രാർത്ഥിക്കുന്നത് നമസ്യേ ത്വാംബികേ ഭീക്ഷണം, അല്ലയോ അമ്മേ ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു. അഭീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും 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 ഞാൻ അമ്മയെ നമസ്കരിക്കുകയാണ്. സ്വസന്താനയുതാം ശിവ. രുക്മിണി അമ്പലത്തിലേക്ക് വരുമ്പോൾ പാർവതി ഉടനെ ഓർമ്മിക്കും അത്ര തൻ്റെ കല്യാണത്തിൻ്റെ കഥ. അങ്ങനെ രുക്മിണി കല്യാണ പ്രായമായിട്ടാണ് അമ്പലത്തിലേക്ക് വരുന്നത്. അപ്പോൾ പാർവതി ആരെ പറ്റി ഓർമ്മിക്കും? തന്നെ പറ്റി ഓർമ്മിക്കും. അപ്പൊ പാർവതി എന്താ ആലോചിച്ചത്? പണ്ട് താൻ ഹിമവാന്റെയും മേനയുടെയും പുത്രിയായിരുന്നു. ആദ്യത്തെ ജന്മത്തിൽ സതിയായിരുന്നു. അന്ന് തനിക്ക് ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നു. ആ സതിയാണ് രണ്ടാമത്തെ ജന്മത്തിൽ പാർവതിയായിട്ട് വന്ന് ജനിച്ചത്. അപ്പോൾ വളരെ ചെറിയ രുക്മിണിയെ പോലെ തന്നെ വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഈ പാർവതിക്ക് എന്താ മോഹം? ശിവനെ ഭർത്താവായി കിട്ടണം എന്നാണ് മോഹം. അപ്പോൾ ഒരു ദിവസം അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ശിവനെ തപസ് ചെയ്യാൻ പോകണം. ഉടനെ അമ്മ ഈ കുട്ടിയെ വിളിച്ചു, ഊന്ന് വിളിച്ചു. പാർവതിയെ അമ്മ എന്താ വിളിക്കുക? നമ്മളാരും അങ്ങനെ ഒറ്റക്ഷരം കൊണ്ട് വിളിക്കാറില്ല അല്ലേ? പക്ഷെ മേന എൻ്റെ പുത്രിയായ പാർവതിയെ വിളിക്കുന്നത് ഊ ഊ ഊ അത്രയും വിളിച്ചു. ഊ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഊ പറഞ്ഞാൽ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു മാ. മാ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര ചെറിയ പ്രായത്തിൽ നീ തപസ്സിനൊന്നും പോകണ്ട. ഇങ്ങനെ ഊ മാ ഊ മാ, കുഞ്ഞേ നീ പോവണ്ട പോവണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ആ പെൺകുട്ടി ഉമ എന്ന് പ്രസിദ്ധയായി തീർന്നു. അങ്ങനെയാണ് പാർവതി ഉമയായി തീർന്നത്. അപ്പോൾ രുക്മിണി എല്ലാ ദിവസവും അമ്പലത്തിൽ തൊഴാൻ വരുമ്പോഴൊക്കെ പാർവതി ഓർമ്മിക്കുന്നത് ആരുടെ കഥയാണ്? തൻ്റെ കഥയാണ്. അങ്ങനെ അമ്മയുടെ സമ്മതം അവസാനം കിട്ടി, അച്ഛൻ്റെ സമ്മതം കിട്ടി, ബന്ധുക്കളുടെ സമ്മതം കിട്ടി. അങ്ങനെയാണ് പാർവതി ഭർത്താവായിരിക്കുന്ന പരമേശ്വരനെ വീണ്ടും പ്രാപിക്കാൻ വേണ്ടി ഘോരമായ തപസ് ചെയ്തു. മഴയാണെങ്കിൽ മഴ കൊള്ളും, മഞ്ഞാണെങ്കിൽ മഞ്ഞ് കൊള്ളും, വെയിലാണെങ്കിൽ വെയിൽ കൊള്ളും. അങ്ങനെ ഘോരമായ തപസ് ചെയ്ത് ആ പാർവതിക്ക് ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോവേണ്ടി വന്നു. അവസാനം പാർവതിയെ പരീക്ഷിക്കാൻ വന്നതാരാ? സാക്ഷാൽ ശിവനാണത്രേ വന്നത്. ഞാൻ എന്തിനാ ഈ കഥയൊക്കെ നിങ്ങളോട് പറയണമെന്ന് പറയും. നല്ല ദാമ്പത്യ ജീവിതം തുടർന്നുണ്ടാവാൻ, ഭാവിയിൽ നല്ല ദാമ്പത്യ ജീവിതം കിട്ടാനൊക്കെ പാർവതീ പരമേശ്വരന്മാരുടെ കഥകളാണത്രേ നമ്മൾ ദിവസേന കേൾക്കേണ്ടത്. അപ്പോൾ രുക്മിണി അമ്പലത്തിൽ വന്നാൽ അമ്പലത്തിലിരുന്ന് പാർവതീ പരമേശ്വരന്മാർ പറയുന്ന കഥകളൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ എത്രയോ കാലം തപസ് ചെയ്ത് ശിവന്റെ പരീക്ഷണത്തിൽ പോലും ആര് ജയിച്ചു? അവസാനം പാർവതി ജയിച്ചിട്ടാണ് ആ പാർവതീ പരമേശ്വരന്മാരുടെ വിവാഹം ഗംഭീരമായിട്ട് നടക്കുന്നത്. ശിവപുരാണം മുതലായ പുരാണങ്ങളിൽ ഈ പാർവതീ സ്വയംവരത്തിൻ്റെ കഥ എത്രയോ വിസ്തരിച്ച് വർണ്ണിച്ച് നമുക്ക് വായിക്കാം. ഇതേപോലെ ഇവിടെ എന്നും രുക്മിണി അമ്പലത്തിൽ വരുമ്പോൾ അകത്തിരിക്കുന്ന പാർവതീ പരമേശ്വരന്മാർ എന്ത് ചെയ്യും?
രുക്മിണിയെ അനുഗ്രഹിക്കും. നിനക്ക് തീർച്ചയായിട്ടും ഭഗവാനെ തന്നെ ഭർത്താവായി കിട്ടണേ. ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ ഭർത്താവായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് രുക്മിണി അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വരും. ഗണപതിക്ക് വഴിപാട് ചെയ്യും, സുബ്രഹ്മണ്യന് വഴിപാടുകൾ ചെയ്യും, അതുപോലെ ഒരുപാട് നമസ്കാരങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ രുക്മിണി ഇങ്ങനെ ഭഗവാനെ തന്നെ ഭർത്താവായി കിട്ടണമെന്ന് കാത്തിരിക്കുമ്പോഴാണ് രുക്മിണിയുടെ വിവാഹം നിശ്ചയിച്ചത്. നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് തൻ്റെ വിവാഹം എന്ന് ആരറിഞ്ഞു? രുക്മിണി അറിഞ്ഞു. ഏതോ ഒരു ശിശുപാലനാണ് തന്നെ കല്യാണം കഴിക്കാൻ വരും. ആ വാർത്ത കേട്ടപ്പോഴേക്കും രുക്മിണി ശരിക്കും മോഹാലസ്യപ്പെട്ട് താഴെ വീണു. പിന്നെ കുറേ നേരം കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോൾ രുക്മിണി അമ്മയുടെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുക. രുക്മിണിയുടെ കണ്ണിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് വരുന്നുണ്ട്. അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാൻ എന്തിനാ അമ്മേ ശിവന്റെ അമ്പലത്തിൽ പോയത്? ഞാൻ എന്തിനാ ഗണപതിക്ക് ഇത്രയേറെ അപ്പങ്ങളൊക്കെ നിവേദിച്ച് സമർപ്പിച്ചത്? എത്രയെത്ര ഏത്തമിട്ടു, എത്ര പ്രദക്ഷിണം വെച്ചു? അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ എന്നും ശിവന്റെ അമ്പലത്തിൽ പോയത്? ഞാൻ ആ ശിവനെയും പാർവതിയെയും ഒക്കെ തപസ് ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോയോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും അതെ കൃഷ്ണൻ വന്നിട്ട് കല്യാണം കഴിക്കണം എന്നാണ് മോഹം. കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞു, ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. നീ ഭഗവാന്റെ നാമം ജപിച്ചിരുന്നാൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഭഗവാൻ തീർത്തു തരും. നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോഴാണ് എവിടെ നിന്നോ പെട്ടെന്ന് ഒരു ബ്രാഹ്മണകുമാരൻ അവിടെ വന്നു. ആ ബ്രാഹ്മണകുമാരൻ ചോദിച്ചു, എന്തിനാ രാജകുമാരി കരയണത്? ഞാൻ ഇപ്പോൾ തന്നെ ഭഗവാനെ കണ്ടുവരാമോ? രുക്മിണിക്ക് എന്താണോ ഭഗവാനോട് പറയാനുള്ളത് അതൊക്കെ എന്നോട് പറഞ്ഞോളാം. രുക്മിണി വളരെ പെട്ടെന്ന് ഒരു 7 ശ്ലോകങ്ങളാണ് ആ ബ്രാഹ്മണനോട് പറഞ്ഞു കൊടുത്തത്. ബ്രാഹ്മണൻ ആ 7 ശ്ലോകങ്ങളും പെട്ടെന്ന് ഹൃദിസ്ഥമാക്കി. ഞാൻ ഭഗവാനെ ഇതെല്ലാം കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് നേരെ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ചെന്നു. നല്ല തിരക്കുള്ളയാണ് ആ ഭഗവാൻ. പക്ഷെ അന്ന് അവിടെ ചെന്നപ്പോൾ ആസീനം കഞ്ചനാസനെ. ആസീനം എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാതെ ഇരിക്കുന്നതിനാണ് സംസ്കൃതത്തിൽ എന്താ പറയുക, ആസീനം എന്ന് പറയും. ഒരുപാട് തിരക്കുള്ള ഭഗവാൻ അന്ന് പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാതെ ഇരിക്കണത് ആ ബ്രാഹ്മണൻ കണ്ടു. അപ്പോൾ ബ്രാഹ്മണനെ വേണ്ടതുപോലെ പൂജിച്ചിരുത്തി വർത്തമാനമൊക്കെ പറഞ്ഞു. അദ്ദേഹം രുക്മിണി പറഞ്ഞ ആ 7 ശ്ലോകങ്ങളും ആരെ ചൊല്ലി കേൾപ്പിച്ചു? ഭഗവാനെ ചൊല്ലി കേൾപ്പിച്ചു. ആ ശ്ലോകത്തിലാണ് രുക്മിണിയുടെ മനസ്സ് നമുക്ക് പൂർണ്ണമായിട്ട് വായിക്കാൻ പറ്റും. യസ്യാഘ്രി പങ്കജരജസ്തമരം മഹാന്തോ വാഞ്ചന്തി ഉമാപതി ആത്മതമോപഹത്തി. തൻ്റെ ഉള്ളിലുള്ള എല്ലാ തമോ ഗുണത്തെയും നശിപ്പിക്കാൻ വേണ്ടി ശ്രീപരമേശ്വരൻ പോലും ഈ ഭഗവാന്റെ പാദരജസ്സുകളിൽ, പാദരജസ് പറഞ്ഞാൽ എന്താ? പാദം തട്ടി വരുന്ന പൊടിയാണ്. ആ പൊടിയിൽ അഭിഷേകം നടക്കണം എന്നാണ് എന്നും ആരാഗ്രഹിക്കുന്നത്? ശിവൻ പോലും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങനെ ഇവിടെ വന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ അസൂൻ ജിഹ്യ. രുക്മിണി എന്താ പറഞ്ഞിരിക്കുന്നത്? അസൂൻ പറഞ്ഞാൽ എൻ്റെ പ്രാണങ്ങളെ ഞാൻ ഉപേക്ഷിക്കും. എങ്ങനെ ഉപേക്ഷിക്കും? ഒരുപാട് വ്രതങ്ങൾ ചെയ്ത് ശരീരത്തെ ശോഷിപ്പിച്ച് ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി കാത്തിരിക്കും. 100 ജന്മങ്ങൾ ഞാൻ ഭഗവാന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ള രുക്മിണിയുടെ മനസ്സ് വായിച്ചു കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഇപ്പം തന്നെ പുറപ്പെടണം. അപ്പോൾ വളരെ വേഗത്തിലാണ് ഭഗവാൻ ആ തേര് അവിടുന്ന് പുറപ്പെട്ടു. പിന്നാലെ ബലരാമനും പുറപ്പെട്ടു. ഭീഷ്മക മഹാരാജാവ് കണ്ടു തൻ്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ബലരാമനും ശ്രീകൃഷ്ണനും തൻ്റെ നാട്ടിൽ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷം. അങ്ങനെ കൃഷ്ണനെയും ബലരാമനെയും സ്വീകരിച്ചു കൊണ്ടുവന്നു. വരനിരിക്കേണ്ട കൊട്ടാരത്തിലാണ് പരീക്ഷത്തെ ആരെ കൊണ്ടിരുത്തിയത്? ശരിക്കും അവിടെ ഇരുത്തേണ്ടത് ശിശുപാലനെയാണ്. പക്ഷേ വരനിരിക്കേണ്ട കൊട്ടാരത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് എഴുന്നള്ളിച്ചു കൊണ്ടിരുത്തിയത്. ഭഗവാൻ എഴുന്നള്ളി വന്ന സമയത്ത് എല്ലാവരും നേരത്തെ പറഞ്ഞില്ലേ, കൃഷ്ണന്റെ രൂപലാവണ്യത്തെ പറ്റി ഭാഗവതത്തിൽ ഒരുപാട് വർണ്ണിക്കണം. വന്നവർ മുഴുവനും ഭഗവാനെ നോക്കിയിട്ട് അവർ പറഞ്ഞു, അനുഗൃഹാതു വൈദർഭ്യാഹ പാണിമച്യുത. ഈ ശ്രീകൃഷ്ണ ഭഗവാൻ വൈദർഭിയായ രുക്മിണിയുടെ പാണിഗ്രഹണം ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കണേ എന്നാണ് അവരൊക്കെ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ വിവാഹത്തിന് ഒരുപാട് ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളൊക്കെ ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. രുക്മിണിക്ക് വലിയ സന്തോഷമായി. പക്ഷേ രുക്മിണിക്ക് ചെറിയൊരാഗ്രഹം ബാക്കിയുണ്ട്. എന്താ? ഭഗവാനെ ഇതുവരെ കണ്ടിട്ടില്ല. എങ്ങനെയാ കാണാമെന്ന് അറിയാതെ നേരത്തെ പറഞ്ഞില്ലേ, രഥമാരുരുക്ഷതി എന്ന് ഭഗവാൻ കൊണ്ടുവന്ന തേരിലേക്ക് കയറാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു രുക്മിണി. പിന്നെ രുക്മിണി അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയി. അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞ് പതിവുള്ള പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയത്ത് ആ ക്ഷേത്രമുറ്റത്ത് 10,000-കണക്കിന് ആൾക്കാരാണ് വന്നുകൂടിയിരിക്കുന്നത്. ഇപ്പോഴും രുക്മിണിയുടെ മനസ്സിൽ എന്താ ആഗ്രഹം? രഥമാരുരുക്ഷതി, ഭഗവാൻ കൊണ്ടുവന്ന തേരിലേക്ക് കയറണം. വാസ്തവത്തിൽ നമ്മുടെ ആഗ്രഹമാണ്. നേരത്തെ ഞാൻ പറഞ്ഞത് 2 തേരുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന് വിഷയസുഖങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു തേര്,
മിക്കവാറും ആൾക്കാർ ആ തേരിൽ കയറിയിട്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുക. അവസാനം പൂന്താനം പറഞ്ഞതുപോലെ പല മോഹങ്ങളും തീരാതെ ചത്തുപോകുന്നു പാവം ശിവ ശിവ. അങ്ങനെ ആവരുത് എന്നാണ് പൂന്താനം നമ്മളോട് പറയണത്. നമുക്ക് കണ്ണ് തന്നതും, നമുക്ക് ചെവി തന്നതും, നമുക്ക് മൂക്ക് തന്നതും, നമുക്ക് കൈകൾ തന്നതും, നമുക്ക് നല്ല കാലുകൾ തന്നതും, നല്ല ഹൃദയം തന്നതും, എല്ലാ അവയവങ്ങളും തന്നത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണെന്ന് രുക്മിണി നമ്മളോട് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ പേരാണ് ശ്രീകൃഷ്ണ ഭജനം. കണ്ണുകൊണ്ട് ഭഗവാനെ കാണുക, ചെവി കൊണ്ട് ഭഗവാന്റെ കഥ കേൾക്കുക, നാസികം കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ വീണൊക്കെ തുളസിയുടെ സുഗന്ധം അറിയുക, കാലുകളെ കൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുക, കൈകളെ കൊണ്ട് ഏതെല്ലാം ശ്രീകൃഷ്ണ പൂജകൾ ചെയ്യാൻ പറ്റുമോ ആ പൂജകളൊക്കെ ചെയ്യുക. മനസ്സെപ്പോഴും ആരെ സ്മരിക്കുക? ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിക്കുക. ഇതായിരുന്നു രുക്മിണിയുടെ ജീവിതത്തിൻ്റെ സാരം. ആ അമ്പലത്തിൻ്റെ പുറത്തു വന്ന രുക്മിണിക്ക് തൊഴുതു കഴിഞ്ഞപ്പോൾ താൻ ആരെയാണോ വിവാഹം കഴിക്കാൻ പോണത് ആ ഭഗവാനെ കാണണമെന്നൊരാഗ്രഹം. കാണാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ശ്രീശോ ബ്രഹ്മർഷി പറയുകയാണ്, രുക്മിണിയുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ കുറുതിരകൾ വീണ് കിടക്കും. ഇടത്തെ കൈകൊണ്ട് ആ കുറുതിരകളൊക്കെ ഇങ്ങനെ മാടി ഒതുക്കുക എന്ന് കാണുന്നവർക്ക് തോന്നും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ രുക്മിണി എന്ത് ചെയ്ത് വിരലുകൾ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് വിരലിലൂടെ ഉള്ളുകൂടെ നോക്കിയ സമയത്ത് അധികം ദൂരത്തല്ലാതെ ഭഗവാനെ കണ്ടു. ഭഗവാനെ കണ്ടപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് രുക്മിണിക്കും അറിയില്ല, ഭഗവാനും അറിയാം. പക്ഷെ രുക്മിണിയുടെ കടാക്ഷം കിട്ടിയപ്പോഴേക്കും ആ അമ്പലമുറ്റത്ത് കൂടിയിരുന്ന മുഴുവൻ രാജാക്കന്മാരും അല്ലയോ പരീക്ഷത്തെ താഴെ വീണു എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷത്ത് ചോദിച്ചു, എല്ലാവരും വീണു? എല്ലാവരും വീണില്ല. ആര് മാത്രം വീണില്ല? ഭഗവാൻ മാത്രം വീണില്ല. ഭഗവാൻ അച്യുതൻ എന്നൊരു പേരുണ്ടത്. അപ്പോഴാണ് ബലരാമനോടൊക്കെ ഓടി വന്ന് പറഞ്ഞു, കൃഷ്ണ ആ നിൽക്കുന്നതാണ് രുക്മിണി, സംശയിക്കേണ്ട, പാണിഗ്രഹണം ചെയ്ത് ഈ തേരിലേക്ക് തന്നെ കയറ്റിക്കൊള്ളാം. ഈ ബലരാമന് ശരിക്കും അവിടെ ഒരു ഗുരുവിൻ്റെ സ്ഥാനമാണ്. ഒരുപാട് ഉപദേശങ്ങൾ ആര് കൊടുക്കുന്നുണ്ട്? ബലരാമൻ ആത്മാവിനെ പറ്റിയും ദേഹത്തെ പറ്റിയും പ്രാണനെ പറ്റിയും എത്രയെത്ര ഉപദേശങ്ങൾ ആ രുക്മിണിക്ക് കല്യാണത്തിന് മുമ്പ് കൊടുക്കണതല്ലേ. അപ്പോൾ നല്ലൊരു ഗുരുപദേശം കിട്ടുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ജീവനെ നമുക്ക് ഭഗവാനിലൊക്കെ ചേർക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മാത്രമാണ് ജീവിതം സഫലമാവുന്നത് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ കഥ നമുക്ക് തരുന്നത്. അത് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏതോ ഒരു രുക്മിണി തമ്പുരാട്ടിയുടെ കഥയല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ കഥയാണ്, ജീവന്റെ കഥയാണ് വാസ്തവത്തിൽ രുക്മിണിയുടെ കഥ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ എല്ലാവരെയും ഒന്നുകൂടി കടാക്ഷിച്ചോ, വീണ കടന്ന ആൾക്കാരോ ഒക്കെ എഴുന്നേറ്റു. എല്ലാവരും നോക്കി നിൽക്കുകയാണ്. ഭഗവാൻ ആ രുക്മിണിയുടെ പാണിഗ്രഹണം ചെയ്ത് താൻ കൊണ്ടുവന്ന തേരിലേക്ക് ഭഗവാൻ കയറ്റി. എന്നിട്ടാണ് അവർ നേരെ ദ്വാരകയിലേക്ക് പോകുന്നത്. പിന്നെ ചെറിയ യുദ്ധമൊക്കെ ഉണ്ടായി. ആ യുദ്ധത്തിലൊക്കെ വളരെ എളുപ്പത്തിൽ രാമനും കൃഷ്ണനും ശത്രുക്കളെയൊക്കെ തോൽപ്പിച്ച് അവർ ആ ദ്വാരകയിലെത്തുന്നു. ദ്വാരകയിൽ വെച്ചിട്ടായിരുന്നു അവരുടെ വിവാഹം മഹോത്സവം ഗംഭീരമായിട്ട് നടക്കുന്നത്. ഇതെല്ലാം ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സപ്താഹത്തിൽ നമ്മളിവിടെ ആ രുക്മിണിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. ഇവിടെ ദീപാലങ്കാരങ്ങളും മറ്റലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ വിവാഹത്തിൻ്റെ ചെറിയ മുഹൂർത്തമാണ്. ഒരു 4 മിനിറ്റും കൂടി വായിക്കാനുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മിനിറ്റ് വായിക്കാനേ ഉള്ളൂ. അപ്പോൾ ആ 4 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ? ഏതായാലും ഇത്രയും പേര് വന്നു. ഈ ഒരു 4 മിനിറ്റ് സമയം ശ്രീകൃഷ്ണ ഭഗവാനെയും രുക്മിണിയെയും എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഭാവന കൊണ്ട് കാണാൻ പറ്റുമോ അത്രത്തോളം കാണുക. ഇനി നമ്മുടെ ശേഷിച്ച നമ്മുടെ ആയുഷ്കാലത്ത് എന്നും ശ്രീകൃഷ്ണ ഭക്തിയോടെ നമുക്ക് ജീവിക്കാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാണ്, ഭക്തിയോടെ ജീവിച്ചാൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ നിങ്ങൾക്ക് തന്നോളും. ലോകത്തിലുള്ള ഒന്നിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ പാദം സ്മരിച്ചുകൊണ്ട് ഭക്തിയോടെ ശ്രീകൃഷ്ണ ഭജനം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചാൽ നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം തീർച്ചയായിട്ടും ഭഗവാൻ തരുന്നതാണ്. ഇനി വായിക്കുന്ന മന്ത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും കണ്ണടച്ചിട്ടോ കണ്ണ് തുറന്നിട്ടോ നിങ്ങൾ രുക്മിണീയ സമേതനായ കൃഷ്ണനെ ധ്യാനിച്ചിരിക്കുക. അതിൻ്റെ ഏകദേശം അവസാന ഭാഗത്താണ് കല്യാണത്തിൻ്റെ മുഹൂർത്ത സമയത്തിലെല്ലാ ചടങ്ങുകളും കൂടെ കാണാം. ഞാൻ വായിക്കുകയാണ്. ഇതെല്ലാവരും എന്ത് ചെയ്യുക? ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അഥാ 45-തമോऽധ്യായ. ശ്രീശുക ഉവാച ഇതി സർവേ സുസംരബ്ധാ മാഹാനാരുഹ്യദംശിതാ ശ്രീശ്രീർപരിക്രാന്ത അന്യവ്യഭൃതകാമുകാ വസ്തുസ്ഥലസമ്മുഖാ രാജൻ വിസ്ഫൂർജ്യ സ്വധനൂംശിതേ അശ്വപൃഷ്ഠേ ഗജസ്കന്ധേ രഥോപസ്ഥേ ഗോവിദ മുമുജശരവരുഷാണി മേധ അദൃശ്യവോ യഥാ പത്യുർബലം ശരാസാരൈഃ ഛന്നൻ വീക്ഷ്യ സുമധ്യമാ സംവ്രീഡമൈക്ഷ തദ്വക്രം ഭയവിഹ്വലലോചന
പ്രഹസ്യ ഭഗവാനാഹമാസ്മൃതിർവാമലോചനെ ദിനക്ഷത്രജനീവേദ താവകേ ശാസ്ത്രകമ്പലം തേഷാം തദ്വിക്രമം വീരാഗത സംഘർഷാദയ അമൃഷ്യമാണാനാരാജയജഘ്നോ അയഗജാന്തധാൻ പേതുശിരാം ശിരധിനാമശ്വിനാം ഗിരിനാം ഭവി സകുണ്ടലകിരീടാനി സൂക്ഷ്മേഷാണി ചകോടിശാം ഹസ്താസാസികതേഷ്വാസാഗരഭാഊരവോംഘ്രയ അശ്വാശ്വതരനാഗോഷ്ടകരമപ്രതിരാം ശിജാം അന്യമാനവരാണീകാ വൃഷ്ണിഭിർജേകാംശിഭി രാജാനോ വിമുഖാജന്മോ ജരാസന്തപുരസ്സര ശിശുമാനം സമഭ്യേത്യാഹൃതദാനനിവാതിരം നഷ്ടദ്വിഷം ഗതോത്സാഹം ശുഷ്യദ്വദനമബ്രുവൻ ഗോപോ പുരുഷശാർദൂല ദൗർമനസ്യമിതം തജം ന പ്രിയാ പ്രിയയോ രാജന്യഷ്ഠാ ദേഹിതൃശ്യതേ യഥാ ദാര്യമയ്യൂഷന്ദസ്യതേ ഭുവഗേച്ഛയ ഏവമീശ്വരതന്ത്രോയമീഹതേ സുഖദുഃഖയോജിഗിരഹിനാകാല ആത്മാനുസാരിണി തഥാ വയം വിജയിഷ്യാമോ യഥാകാല പ്രദക്ഷിണം ഏവം പ്രബോധിതോ മിത്രൈശ്ചൈര്യോജാൽസാനുലപുരം അതശേഷാ പുനസ്തേവി യജുസ്വം സംപുരം നൃപ രുഗ്മീതു രാക്ഷസോദ്വാഹം കൃഷ്ണത്തിട സഹൻസസും പൃഷ്ഠതോന്യകമൽകൃഷ്ണമക്ഷോഹിണ്യാവതോപരിയും രുഗ്മീ സുസംരബ്ധ ശൃണ്വതാം സർവഭൂജാൻ പ്രതിയജ്ഞ മഹാബാഹോദംശിതസുഖരാസന അഹത്വാ സമരേ കൃഷ്ണമപ്രത്യുഹ്യ രുഗ്മിണിയും കുണ്ടിനം ന പ്രവേക്ഷ്യാമി സത്യം ഏതൽ പ്രവീവ ഇത്യുക്തവാർദ്ധമാരുഹ്യാസാരഥിം പ്രാഹസത്വരം ചോദയാശ്വാമി കൃഷ്ണ തസ്യമേ സംയുഗം ഭവേത് അദ്യാഹം നിശിതൈർബാണൈഃ ഗോപാലസ്സുതുർമദേഃ നേഷ്യേ വീര്യമദം യേന സ്വസാമേ പ്രസവം ഹൃദ വികഥമാന കുമതിരീശ്വരസ്യ പ്രമാണവിൽ രഥേനേകേന ഗോവിന്ദം തിഷ്ഠേ തഥാഹുയൽ ധനുർവികൃഷ്യ സുരുടം ജഘ്നേ കൃഷ്ണം പ്രതീശ്വരൈഃ ആഹയാത്ര ക്ഷണം തിഷ്ഠായതോനാം കുലപാംസനം കുത്രയാസി സ്വസാരം മേ മുഷിത്വാ ധ്വംസമദ്ധവി ഹരിഷ്യേദ്യമദം മന്ദമായിന കൂടയോധിനം യാവന്നമേ ഹതോ ബാണൈ ശയീധാമുഞ്ചതാരികാൻ മയൻ കൃഷ്ണോ ധനുഷ്യത്വാ ഷഡ്ഭ്യവിദ്യാധരുഗ്മിണം അഷ്ടവിശ്വതരോവാഹാൻ ദ്വാഭ്യാം സൂതം ധ്വജം സജാന്യം ധനുരാധായ കൃഷ്ണം വിദ്യാധമഞ്ജലി തൈസ്താളിതശരോഗേസ്തു ജിച്ഛേദധനുരക്ഷുത പുനരന്യതുമാനത്താതദപ്യച്ഛിനമദ്വയ പരിഹം പട്ടിശം ശൂലം ചർമാസി ശക്തിരോമരൗ യദ്യദായുധമാനത്താതൽ സർവം സോച്ഛിനം ധര്യം തതോരഥാനവപ്രത്യാഘർഗമാണർജിഘാംസയാ കൃഷ്ണമഭ്യദ്രവക്രുദ്ധപദങ്കൈവ പാവകം തസ്യാവരതഘൃജം ദിനശ്ചർമ്മജേഷവി ചിത്വാസി മാനദേദിഗ്മം രുഗ്മിണം മന്ദമുദിര ദൃഷ്ട്വാ ഭ്രാതൃവധോദ്യോഗം രുഗ്മിണീഭയവിഹ്വരാം പതിത്വാ പാദയോർഭർത്തരുവാച കരുണം സതി യോഗേശ്വര പ്രമേയാത്മൻ ദേവദേവ ജഗൽപദേ മുന്തും നാരഹസി കല്യാണ ആദരമ്മേ മഹാഭുജ. ആ സമയത്തും രുക്മിണി വിളിക്കുന്നത് കൃഷ്ണാന്നല്ല, യോഗേശ്വര എന്നാണ് വിളിക്കുന്നത്. അത് ജീവന്റെയും ബ്രഹ്മത്തിൻ്റെയും ഐക്യത്തിൻ്റെ കഥയാണ് വാസ്തവത്തിൽ ഈ രുക്മിണി കല്യാണം അർത്ഥം. ശ്രീശുക ഉവാച തയാ പരിത്രാസവികമ്പിതാംഗയാ ശുചാവശിഷ്യന്മുഖരുദ്ധകണ്ഠയാ കാദര്യവിശ്രംസിത ഹേമമാലയാ ഗൃഹീതപാദകരുണോന്യവർപ്പതാം ശൈലേന ബുദ്ധ്വാ തമ സാധുകാരിണം സ്വശ്മശ്രിയേഷം പ്രോപൻ വിരൂപയൽ താവന്മമർദ്ദു പരസൈന്യമത്ഭുതം യതു പ്രവീര നളിനീം യഥാഗജ കൃഷ്ണാന്തികമുപവ്രജാദുശുസ്തത്ര രുക്മിണം തഥാഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംഘർഷ്ണോ വിഭു വിമുച്യ ബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണമബ്രവീത് അസാധ്യരന്തയാ കൃഷ്ണ കൃതമസ്മൽജഗുപ്സിരം വപനശ്മശ്രുകേശാനാം വൈരൂപ്യം സുഹൃതോപധ മൈവാസ്മാൻ സാധ്യസൂയേധ ധാതുർവൈരൂപ്യജന്തയാ സുഖദുഃഖദോനജാന്യോസ്തി യത സുഹൃതം പുമാൻ ബന്ധുർവധാരിഹദോഷോപീതബന്ധോർവകമരിഹരി ത്യാജ്യസ്വേനൈവ ദോഷേണ ഹതക്കിം ഹന്യതേ പുനം ക്ഷത്രിയാണാമയം ധർമ്മ പ്രജാപതി വിനിർമ്മിത ഭ്രാതാഭിഭ്രാതരം ഹന്യാദ്യേന ഘോരതരസ്വരം രാജ്യസ്യ ഭൂമിർവിപ്രസ്യാസ്ത്രയോ മാനസ്വതേയസാം മാനിനോന്യസ്യ മാഹേതോ ശ്രീമദാന്ധാക്ഷുബന്ധിഃ തവേയം വിഷമാ ബുദ്ധി സർവഭൂതേഷു ദുർഹൃദം യന്മന്യസേ സദാ ഭദ്രം സുഹൃദാം ഭദ്രമജ്ഞവൽ ആത്മമോഹോ ദൃഢാമേഷ കൽപ്പിതേ ദേവമായ സുഹൃദ് ദുർഹൃദാസീന ഗിരിദേഹാത്മമാനിനാം ഏകൈവ പരോഹ്യാത്മാ സർവേഷാമപി ദേഹിനാം നാനേവ വിഹ്യതേ മൂഢേ യഥാ ജ്യോതിര്യഥാ നവ ദേഹാദ്യന്തവാനേഷ ദ്രവ്യപ്രാണഗുണാത്മകാൻ ആത്മന്യവിദ്യയാഗത്ത സംസാരേ ദേഹിനം ആത്മനോന്യേന സംയോഗോ വിയോഗശ്ച അസുരസ്വതി തദ്ധേരുത്വാൽ തൽപ്രസിദ്ധേ ദൃഗ്രൂപാഭ്യാം വിധാനവേ ജന്മാറിയസ്തു ദേഹസ്യാമി ക്രിയാത്മനപ്രജിൽ കലാനാമിവ നൈവേന്ദോർമദൃശ്യസ്യ ബഹൂരിവ യഥാശയാത്മാനം വിഷയാൻ ഫലമേവ ച അനുഭുക്തേ പ്രസത്യർത്ഥേ തഥാത്മനോത്യപതോഭവം തസ്മാദജ്ഞാനജം ശോകം ആത്മശോഷവിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാഭവ ശുചിസ്മിതേ. ബലരാമനാണ് എല്ലാ ഉപദേശങ്ങളും വിളിച്ചു കൊടുത്തത്. തത്വജ്ഞാനം ഉണ്ടായാൽ
ആത്മാവിൽ എന്താണെന്ന് ആനന്ദം, ആ ആനന്ദം അനുഭവിക്കാൻ കഴിയും. ആ ആത്മാനന്ദം അനുഭവിക്കുകയാണ് ലോകത്തിൽ എല്ലാ മനുഷ്യരും ചെയ്യേണ്ടത് എന്നാണ് ബലരാമൻ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ബലരാമൻ രുക്മിണിയോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നല്ലോണം ചിരിക്കാൻ പറഞ്ഞു. ആ രുക്മിണി നല്ലപോലെ ചിരിച്ചിരിക്കുമ്പോഴാണ് അവരെല്ലാവരും കൂടി നേരെ ദ്വാരകയിലേക്ക് പോകുന്നു. നമ്മളുടെ മുഹൂർത്തമായി എന്നുള്ള നല്ല വാർത്ത എല്ലാവരും അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എവിടെ വന്നാൽ എങ്ങനെയാണോ ഈ രംഗങ്ങളൊക്കെ കാണാൻ പറ്റുക, ആ രീതിയിൽ എല്ലാവരുടെയും ശ്രദ്ധ ഇനി ഈ സപ്താഹത്തിൽ ഇവിടെ പൂജ നടക്കുന്ന ഇവിടേക്ക് ആയിരിക്കുക. മുഹൂർത്തമായി എന്നുള്ള വാർത്ത എല്ലാവരും അറിയിക്കുകയാണ്. എല്ലാവരും ഇവിടേക്ക് തന്നെ നോക്കിയിരിക്കുക. അപ്പോൾ ആ വിവാഹ മണ്ഡപത്തിൽ, ദ്വാരകയിൽ ഗംഭീരമായി ഒരുക്കിയിരിക്കുന്ന ആ വിവാഹ മണ്ഡപത്തിൽ വേദങ്ങളിൽ എന്തെല്ലാം വിധിയാണോ പറഞ്ഞിരിക്കുന്നത്, ആ വേദവിധി അനുസരിച്ചാണ് ശ്രീകൃഷ്ണൻ രുക്മിണിയും തമ്മിലുള്ള വിവാഹ മഹോത്സവം ദ്വാരകയിൽ നടന്നത്. നമ്മളിവിടെയും അതിനനുസ്മരിക്കുന്നുണ്ട്. രുക്മിണി കല്യാണത്തിൻ്റെ ചെറിയ ചടങ്ങുകളൊക്കെ നമ്മളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആ രുക്മിണി സമേതനായ ഭഗവാനെ എല്ലാവരും നല്ലതുപോലെ കണ്ടുകൊണ്ട് വേണം ഇനിയുള്ള ശ്ലോകങ്ങൾ കേൾക്കാൻ. എല്ലാവരും തൊഴുതിരിക്കുക, ഭഗവാനെ തന്നെ സ്മരിച്ചിരിക്കുക. എന്താണോ ഭഗവാനോട് രുക്മിണിയോട് പ്രാർത്ഥിക്കാനുള്ളത് അതെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഭഗവാൻ വളരെയധികം പ്രസന്നനായിട്ടിരിക്കുന്ന ഈ മുഹൂർത്തത്തിൽ നമ്മളുടെ എല്ലാ അഭീഷ്ടങ്ങളും ഭഗവാൻ തീർച്ചയായിട്ടും അനുഗ്രഹിച്ചു തരുന്നതാണെന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. ആ മന്ത്രങ്ങൾ വായിക്കുകയാണ്. എല്ലാവരും ഇവിടേക്ക് നിന്ന് നോക്കി ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുക ഉവാച ഏവം ഭഗവതാ തന്മേ രാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാരഥേ പ്രാണാവശേഷ ഉത്സൃഷ്ടോ ദിഢ്ഭി അധബലപ്രഭ സ്മരൻ വിരൂപകരണം വിദധാത്മമനോരഥ ചക്രേ ഭോജഗടം നാമ നിവാസായ മഹൽപുരം അഹത്വാദുമ്മതിം കൃഷ്ണമപ്രത്യൂജയവീയസീം ഉണ്ണിനം ന പ്രവേക്ഷ്യാമേത്യുക്ത്വാ തത്രാവസദൃശ ഭഗവാൻ ഭീഷ്മകസുധാമേവം നിർജിത്യ ഭൂമിവാൻ പുരമാനീയ വിധിമതുപയേ മേ കുരുദ്വാ ഭഗവാൻ ഭീഷ്മകസുധാമേവം നിർജിത്യ ഭൂമിവാൻ പുരമാനീയ വിധിമതുപയേ മേ കുരുദ്വാ ഭഗവാൻ ഭീഷ്മകസുധാമേവം നിർജിത്യ ഭൂമിവാൻ പുരമാനീയ വിധിമതുപയേ മേ കുരുദ്വഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ Krishna
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തഥാ മഹോത്സവോർഗണാം യദപുര്യാം ഗൃഹേ ഗൃഹേ അഭൂതനന്യഭാവാനാം കൃഷ്ണേ യദുപദോ നൃപ നരാനാര്യശ്ച മുദിതാ പ്രമൃഷ്ടമുനിയുണ്ടലാം പാരിപരിഹമുവാചക്രൂപരയോശ്ചിത്രവാസസോ സാ വൃഷ്ണിപുര്യുത്തപിരേന്ദ്രകേതുഭി വിചിത്രമാല്യാംബരരത്നതോരണയ്യ ബഭോ പ്രതിദ്വാജ്യപുളത്തമംഗളൈരാവോർണകുംഭാഗുരുധൂപദീപകൈ സിക്തമാർഗാമദച്ഛുദ്ഭിരാഹോദപ്രേഷ്ടഭൂഭുജാം ഗജീർദ്വാസ്തുപരാമൃഷ്ടരംഭാമോഗോപശോഭിതാൻ ഗുരുസൃഞ്ജയകൈകേയ വിദർഭയതുകുന്ദയാം മിതോമുദിരേ തസ്മിൻ സംഭ്രമാൽ പരിധാവതാം രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തദാ രാജാനോ രാജകന്യാശ്ച ബഭൂവർപൃശ വിസ്മിതാ ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദപുരൗകസാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപതിം ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദപുരൗകസാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപതിം ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദപുരൗകസാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപതിം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യുദ്വാഹേ ചതുഃപഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ